ഫിനാൻഷ്യൽ സർവീസസിൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ ക്ലിപ്പിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ സർവീസസിൽ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന പാഠഭാഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ക്ലിപ്പിൽ ഷെയർ ചെയ്യുക. സെമസ്റ്റർ 4 ബികോം വിദ്യാർത്ഥികൾക്കാണത് MG യൂണിവേഴ്സിറ്റിയിൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉള്ളത്. ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ റെഫർ ചെയ്യുന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ AJ ജോർജും അസിസ്റ്റൻറ്റ് പ്രൊഫസർ അനീഷ് തോമസ് സാറുമാണ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ അർത്ഥം ആഴത്തിൽ പതിയാൻ വേണ്ടി നമുക്കത് ഒരു കാരണവശാലും തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ക്രെഡിറ്റ് എന്ന വാക്ക് പല കോണ്ടെക്സ്റ്റിൽ എന്താണ് മീൻ ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലോണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ലോണുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പര്യായ പദപ്രയോഗമായി ക്രെഡിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഐ ഹാവ് അവെയിൽഡ് ക്രെഡിറ്റ് വർത്ത് X lakhs ഫ്രം ദിസ് പെർട്ടിക്കുലർ ബാങ്ക്. അപ്പം അത് ലോണിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ അഡ്വാൻസസ് എടുക്കുന്നതിനെ നമുക്ക് ക്രെഡിറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അത് ബാങ്കിങ് പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് മനസ്സിലാക്കുന്ന ഒരു ടേം. ആ ആംഗിളിൽ നിന്ന് വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ, വേറൊരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ ക്രെഡിറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ പുസ്തകങ്ങളിലും സെമസ്റ്റർ ഏത് സെമസ്റ്ററാണോ ആ സെമസ്റ്ററുമായി ബന്ധപ്പെട്ട സിലബസ് പുസ്തകത്തിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ ഇടതുഭാഗത്തായിട്ടായിരിക്കും അത് മെൻഷൻ ചെയ്തിരിക്കുക. അവിടെ ഇത്ര ഇൻസ്ട്രക്ഷണൽ അവേഴ്സ്, ഇത്ര നേരം നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് പോയിൻ്റ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രെഡിറ്റാണ്. നിങ്ങളുടെ സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതിയതിന് ശേഷം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഓൺലൈൻ കണ്ട് പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തൊക്കെ നോക്കുമ്പോൾ അവിടെ ക്രെഡിറ്റ് പോയിൻ്റ് എന്നുള്ള പദപ്രയോഗമുണ്ട്. അപ്പോൾ അവിടെ ഒരു മെറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മെറിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചികയായിട്ട് ക്രെഡിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ക്രെഡിറ്റിൻ്റെ ആവശ്യം? സാധാരണ പറയുമ്പോൾ ക്രെഡിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റിൽ വൈ ഈസ് ക്രെഡിറ്റ് റിക്വയർഡ്? വീണ്ടും നമുക്കത് ബാങ്കിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കൺസേൺസിൻ്റെ, കോർപ്പറേറ്റ്സിൻ്റെ ഒക്കെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടി, ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്, ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻസിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഒക്കെ ലോൺസ് ആവശ്യമാണ്. ഇനിയും ബാങ്ക് അല്ലാത്ത ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു വർത്ത് അല്ലെങ്കിൽ വാല്യൂ ഒരു മെറിറ്റ് ബേസ്ഡ് ആയിട്ട് റെഫർ ചെയ്യുന്ന ഒരു ടേമാണ് ക്രെഡിറ്റ്. ഇനി നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന നമ്മളുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ ആവശ്യം എന്താണ്? ഒരു രാജ്യത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ ഇന്ത്യക്കാരനാണ്, എനിക്ക് മറ്റു രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പെർമിഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഏത് രാജ്യത്തെ ഇൻസ്ട്രുമെൻ്റാണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് മികച്ചത് എന്ന് എനിക്ക് അവലോകനം ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഓൾറെഡി അത് വിലയിരുത്തി അവർ ഒരു സ്കോർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളുടെ മാർക്ക് കിട്ടുന്ന പോലെ തന്നെ അവർ ഒരു കാര്യം വിലയിരുത്തി. ആ കാര്യം എന്ന് പറയുന്നത് സർക്കാരിനെ വിലയിരുത്തും, മുനിസിപ്പൽ കോർപ്പറേഷൻ ബോണ്ട്സുമായിട്ട് പുറത്തു വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനെ വിലയിരുത്തും, കേന്ദ്ര സർക്കാർ ഒരു ബോണ്ടുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് RBI വഴി ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തും. ഒരു രാജ്യത്തെ മൊത്തമായിട്ട് വിലയിരുത്തുക ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ അവസ്ഥയിലൊക്കെ മൂഡീസ് റേറ്റിംഗ്, ഫിച്ച് സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ്
ഒക്കെ ഇന്ത്യയുടെ റേറ്റിംഗ് അവർ ഡൗൺഗ്രേഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് എന്താണ് ഗുണം? നമ്മൾ ഒത്തിരി ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത റിസ്ക് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയുന്നതിന് പകരം ഈ സ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ അവരെ ആ ക്രെഡിറ്റ് റേറ്റിംഗ് സ്കോർ അതൊരു ആൽഫ ന്യൂമറിക് ക്യാരക്ടറായിരിക്കും. ചിലർ അത് അതിൻ്റെ കൂടെ പ്ലസ് മൈനസ് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ABCD മുതലായ ലെറ്റേഴ്സാണ് സാധാരണ ഉപയോഗിക്കുക. ഇപ്പോൾ ലോക്കൽ ബോഡീസിനെ റേറ്റ് ചെയ്യാം, കൺട്രീസിനെ റേറ്റ് ചെയ്യുമ്പോൾ അതിനെ സോവറിൻ റേറ്റിംഗ് എന്ന് പറയും. കോർപ്പറേറ്റ്സിനെ റേറ്റ് ചെയ്യാം, ഗവൺമെൻറ് ഇറക്കുന്ന ഗവൺമെൻറ് ബോണ്ട്സിനെ റേറ്റ് ചെയ്യാം, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഡിബെഞ്ചേഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഇനിയും സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഏതിലാണ് സെക്യൂരിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റൈസേഷൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലിക്വിഡായിട്ടുള്ള മാർക്കറ്റ്സ് സെക്യൂരിറ്റീസിനെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സെക്യൂരിറ്റൈസേഷനിൽ. നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ പെർഫോം ചെയ്യുന്ന വിധത്തിലാക്കുകയാണ് ചെയ്യുക സെക്യൂരിറ്റൈസേഷൻ വഴി. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സിനെ അതുപോലെ ഒരു പ്രോഡക്റ്റായിട്ടായിരിക്കും ഇറക്കുക. അപ്പോൾ ആ പ്രോഡക്റ്റിനെ പേ ത്രൂ സർട്ടിഫിക്കറ്റ് ഒക്കെ വഴിയായിട്ടാണ് പലരും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സിനെ വിലയിരുത്തി അതിനൊരു സ്കോർ കൊടുക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ചെയ്യാറുണ്ട്. ഇനി ക്രെഡിറ്റ് റേറ്റിംഗും ക്രെഡിറ്റ് റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കൊടുക്കുന്ന ഒരു സ്കോറാണ്, അത് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സാണ്. ഉദാഹരണത്തിന് AA അതൊരു നല്ല സൂചനയാണ്, റിസ്ക് കുറവാണ്. AAA, ചിലത് A+ അല്ലെങ്കിൽ A++ ഒക്കെ യൂസ് ചെയ്യും. ഓരോ സ്ഥാപനങ്ങൾ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് രീതിക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ A സാധാരണ സൂചിപ്പിക്കുക റിസ്ക് കുറവുള്ള, നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ഒരു സൂചനയാണ്. ഇനി D ആകട്ടെ, D ഫോർ ഡീഫോൾട്ട്, നമ്മൾ കാശിട്ട പോയിരിക്കും, അതാണ് സൂചന. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിനെയോ ഒരു രാജ്യത്തെയോ ഡീഫോൾട്ട് കാറ്റഗറിയിൽ അല്ലെങ്കിൽ D എന്നുള്ള റേറ്റിംഗ് ആണ് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സോ അല്ലെങ്കിൽ മൂഡീസോ അല്ലെങ്കിൽ ഫിച്ച് റേറ്റിംഗ്സോ ഒക്കെ കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാശ് പോകും ഉറപ്പാണ് എന്നുള്ളൊരു രീതിയിലാണ് അവർ വിലയിരുത്തിയിരിക്കുക. അടുത്തത് ക്രെഡിറ്റ് റിസ്ക് ആണ്. ഈ ക്രെഡിറ്റ് റിസ്ക് ബാധകമായിട്ടുള്ളത് ബാങ്കുകൾക്കാണ്. ഉദാഹരണത്തിന് ഞാൻ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നു, ആ ലോൺ ഞാൻ തിരിച്ചടയ്ക്കുന്നില്ല. ഞാൻ ആ ലോൺ തിരിച്ചടയ്ക്കാണ്ടാകുമ്പോൾ ബാങ്കിന് കിട്ടാനിരിക്കുന്ന ആ വരുമാനം നിന്നു പോകുന്നു. അപ്പോൾ പലരും അതുപോലെ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ വരുമാനത്തെ അത് പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ടും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ വരുമാന മാർഗത്തെ എന്നെപ്പോലുള്ളവരൊക്കെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത അവസ്ഥയിൽ ഞാൻ ബാങ്കിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള ബാങ്കിൻ്റെ പോക്ക്, ബാങ്കിങ് സെക്ടറിനെ തന്നെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ ലോണിന് ചെല്ലുമ്പോൾ എൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ബാങ്ക് പരിശോധിക്കും. അപ്പോൾ എനിക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ ബാങ്കിനുണ്ടാവാൻ സാധ്യതയുള്ള റിസ്കിനെ മുന്നേ കൂട്ടി ബാങ്ക് പരിശോധിക്കും. അപ്പോൾ അത് ക്രെഡിറ്റ് റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് റേറ്റിംഗ് ചെയ്യുക? ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്ന ലോക പ്രശസ്തമായ ഏജൻസികളിൽ രണ്ടെണ്ണം, ഒന്ന് സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സും മൂഡീസുമാണ്. ഇവർ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ വരാറുണ്ട്, ഇവർ ഡൗൺഗ്രേഡ് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഡൗൺഗ്രേഡ് ചെയ്യുന്നത് റിസഷനെയും ഡിപ്രഷനെയും അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസൊക്കെ വളരെ കുറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്ന, ഇൻഫ്ലേഷനൊക്കെ ഒത്തിരി കൂടിയ ഒരു സാഹചര്യത്തിലായിരിക്കും ഡൗൺഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്യുക ഒരു മാർക്കറ്റ് റിക്കവറിയെ സൂചിപ്പിക്കുന്ന ഒരു ബൂം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് മൊമെൻറ്റം ഒക്കെ സെറ്റിൻ ചെയ്യുമ്പോൾ ആണ് സാധാരണഗതിയിൽ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് അപ്ഗ്രേഡ് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉള്ളത് ക്രിസിലുണ്ട്, ഐക്ര ഉണ്ട്, ഒണിക്ര ഉണ്ട്, അതുപോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ബാങ്ക് സംബന്ധിച്ച് ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു സെൻട്രൽ ഡേറ്റാബേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനമാണ് സിബിൽ, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്.
അത് ട്രാൻസ് യൂണിയൻ എന്ന് പറഞ്ഞ അമേരിക്കൻ സ്ഥാപനം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് അത് അറിയപ്പെടുന്നത് ട്രാൻസ് യൂണിയൻ സിബിൽ എന്നാണ്. അപ്പോൾ ഞാൻ കേരളത്തിൽ ഒരു ലോൺ എടുത്തു, ഞാനത് തിരിച്ചടച്ചിട്ടില്ല. ഗുജറാത്തിൽ പോയിട്ട് വേറൊരു ബാങ്ക് മാറ്റി എനിക്ക് ലോൺ അവിടെ നിന്ന് എടുക്കാം, അവിടുത്തെ മാനേജറുമായിട്ട് സംസാരിക്കുകയല്ലോ എന്നുള്ള ധാരണയിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മാനേജറും ഇവിടുത്തെ മാനേജറും രാജസ്ഥാനിലെ മാനേജറും എല്ലാവരും നോക്കുന്നത് സിബിൽ എന്ന് പറഞ്ഞ സെൻട്രൽ ഡേറ്റാബേസ് ആണ്. അപ്പോൾ അവിടെ 300-നും 900-നും ഇടയ്ക്കുള്ള എൻ്റെ ക്രെഡിറ്റ് സ്കോർ നോക്കി 750-ൻ്റെ മുകളിൽ ആണ് എന്നെങ്കിൽ മാത്രമാണ് എനിക്ക് സാധാരണഗതിയിൽ ലോൺ അനുവദിച്ച് കിട്ടുക. ഇനി റേറ്റിംഗ് സ്കോറിങ്ങിനെ പറ്റി, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് സ്കോർ ചെയ്യുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ആൽഫാ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ സ്കോറിംഗ് പാറ്റേൺ, ആ സ്കോറിനെ സൂചിപ്പിക്കുക. ഒരു രാജ്യത്തിൻ്റെ സ്കോർ, ഒരു കമേഴ്ഷ്യൽ പേപ്പറിൻ്റെ സ്കോർ, ഒരു കോർപ്പറേറ്റ് ബോണ്ടിന് അവർ കൊടുത്തേക്കുന്ന സ്കോർ, അവർ കൊടുക്കുന്ന വിലയിരുത്തലാണ്. ഞങ്ങൾ ഇത്ര മാർക്ക് ഇടുന്നു, അപ്പോൾ ആ മാർക്ക് എ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, റിസ്ക് കുറവാണെന്നർത്ഥം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണെന്നർത്ഥം. സി ആണെന്നുണ്ടെങ്കിൽ റിസ്കിന് സാധ്യതയുണ്ട്, കാശ് പോകാൻ സാധ്യതയുണ്ട്. ഡി ആണ് അവർ കൊടുത്തേക്കുന്ന മാർക്ക് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാശ് പോയിരിക്കും. ബി ആണെന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ്ലി റിസ്ക് എന്നുള്ള രീതിയിലാണ് സാധാരണ. അപ്പോൾ പല സ്ഥാപനങ്ങളും പല രീതിയിലുള്ള റേറ്റിംഗ് പാറ്റേൺ ആയിരിക്കും കൊടുക്കുക. ചിലർ AAA അല്ലെങ്കിൽ വെറും AA അല്ലെങ്കിൽ വെറും A+ അങ്ങനെയുള്ള റേറ്റിംഗ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഹയസ്റ്റ് സേഫ്റ്റി, മോഡറേറ്റ് സേഫ്റ്റി, ഡീഫോൾട്ട് റിസ്ക് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാറ്റഗറൈസേഷനാണ് A, B/C, D റെസ്പെക്റ്റീവ്ലി. ഇത്രയുമാണ് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റി ഒരു കോൺസെപ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. ഹാപ്പി ലേണിംഗ്.